ശ്രീ ആർ രാഹുൽ ഇന്ന് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്, വലിയ ആശ്വാസത്തോടു കൂടി പറഞ്ഞത്, MV ഗോവിന്ദൻ ഞങ്ങളടുത്ത് രാജിയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം അങ്ങനെ രാജി ആവശ്യപ്പെടാൻ അവർക്ക് പറ്റത്തില്ല, അവരുടെ സാഹചര്യങ്ങളിൽ അവർ അങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്, കോൺഗ്രസിന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞാൽ. ഞങ്ങൾ തീരുമാനിച്ചു, ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി, ഇനി ഞങ്ങളൊരു സമിതിയെ വെച്ച് അന്വേഷിക്കും. അപ്പോൾ MV ഗോവിന്ദൻ അവർക്ക് പറഞ്ഞു നിൽക്കാനൊരു ഇട നൽകുകയായിരുന്നോ? രേണുക, ഇവിടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറുപ്പക്കാരന്റെ ഗതികേടാണ് മനസ്സിലാകുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് ഇതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം ഇന്നലെ പെട്ടെന്നുണ്ടായ വിഷയമാണോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ കുറെ നാളുകളായി ഈ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ കിടന്നിങ്ങനെ കറങ്ങുകയായിരുന്നു. ഇത് കുറെ നാളുകളായിട്ട് ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഒരു ചലച്ചിത്ര താരവും കോൺഗ്രസിന്റെ സഹയാത്രികയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകയൊക്കെ ആയിരുന്ന പെൺകുട്ടി ഇത് ചാനലിൽ വന്ന് പറയുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. ഇവിടെ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ചാറ്റും അതുപോലെ ഓഡിയോയും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വന്നു. ആ പുറത്തു വന്നതിന് ശേഷം ഗത്യന്തരമില്ലാതെ അവസാനം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഞാൻ സ്വയം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. സ്വയം രാജിവെച്ചെന്നല്ല, അത് നേരെ അങ്ങനെ രാജിവെച്ചില്ലെങ്കിൽ അവിടെ കുഴപ്പമുണ്ടാവുമെന്ന് അവർക്കറിയാം. ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ MLA ആയിട്ടല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പോലും നിലനിൽക്കാൻ ധാർമ്മികമായ അവകാശമില്ല. ഇയാളൊരു രാഷ്ട്രീയ നേതാവായിട്ട് ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാകില്ല. ഇയാൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? എത്ര പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഈ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ വഞ്ചിക്കുകയും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത്? ഇപ്പൊ ഇന്നലെ തൊട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. മാധ്യമങ്ങൾ പറയുകയാണ്. അല്ലെ, ഞാൻ പറയാം പറയട്ടെ. നിങ്ങൾ ഈ തോന്നിയാസമൊക്കെ കാണിച്ചിട്ട് ഇവിടെ നിന്ന് മെഴുകിയിട്ട് ബാക്കി ഞങ്ങൾക്ക് പറയാനുള്ള കേൾക്കണ്ടേ? അത് പറയാം, അതിലേക്ക് വരാന്നേ. അത് വരട്ടെ, മുകേഷിന്റെ കാര്യമൊക്കെ പറയാം. ഇതേപോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്നേഹ ഇട്ട വോയിസ് ക്ലിപ്പൊക്കെ ഇന്നലെ പുറത്തു വന്നല്ലോ. ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ കുറെ കാലങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇതിനെ നമ്മൾ ഈ സാധാരണ ഈ പൈങ്കിളിവൽക്കരിക്കുന്നത് പോലെ കോഴിത്തരം എന്നൊന്നും പറഞ്ഞ് നമുക്കിത് ചെറുതാക്കാൻ കഴിയില്ല. ഇത് ഒരു സെക്സ്വൽ പെർവേർട്ടാണ്. ഇത് ഒരു ലൈംഗിക വൈകൃതത്തിന്റെ ഉടമയായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക മാത്രമല്ല, ഇയാൾ കോൺഗ്രസിന്റെ KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അയാൾ അതിൽ നിന്ന് വല്ല നടപടി എടുത്തിട്ടുണ്ടോ? ഇയാള് ജനപ്രതിനിധിയായിട്ടിരിക്കുന്നു. ഈ ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോ ഈ പണിയെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരാളെ ഗർഭഛിദ്രം നടത്താനുള്ള നിർബന്ധം ചെയ്യുന്നതിനിടയിൽ ഞാൻ ഇതിൽ നിന്ന് ക്വിറ്റാവുന്നു എന്ന് പറഞ്ഞു പോയി, പിന്നെ അടുത്ത ആളിലേക്ക് പോകുന്നു. പിന്നെ അയാളെക്കാൾ പ്രായമുള്ള ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. എന്താ ആ ചാറ്റിന്റെ പോകാനുള്ള സമയം എടുത്തോന്നൊന്നും എനിക്ക് അറിയില്ല രാഹുൽ. ഈ പരാതി പ്രളയത്തിൽ ഒരേ സമയം തന്നെ അതാ ഇനിയിപ്പോ ആരുടെയൊക്കെ പരാതി വരും. ഈ പരാതി വരുന്നത് ആരുടെയൊക്കെ പേരാണെന്ന് നമുക്ക് പേര് പറയാൻ പറ്റില്ല. പക്ഷെ അത് ആരുടെയൊക്കെയാണ് നമ്മൾ ഈ ചാറ്റ് കണ്ട് തന്നെ നമുക്കിപ്പോ കൺഫ്യൂഷൻ ആകുകയാണ്. ഒടുവിൽ ട്രാൻസ്ജെൻഡർ യുവതി പറയുന്നു തന്നെ എനിക്ക് റേപ്പ് ചെയ്യുന്നത് പോലെ ബന്ധപ്പെടണമെന്ന് പറയുന്ന നിലയിൽ ഒരു ചാറ്റ് ഇപ്പൊ പുറത്തു വന്നു. നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരുത്തൻ രാഷ്ട്രീയ നേതാവായിരിക്കുക എന്ന് പറഞ്ഞു. ഇത് ഇന്നലെ നമ്മൾ കുറെ കാലങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ ക്രിമിനൽ, ഈ ലൈംഗിക വൈകൃതമുള്ള ആളെ തുറന്നു കാണിക്കുന്ന നിലയിൽ പലതവണ ഇത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വിരാജിക്കുകയായിരുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരാത്ത പല ഇടപെടലുകളും നടത്തി. ഇത് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാര്യം പരിശോധിച്ചാൽ നമുക്കറിയാം. വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച സംഭവം, വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിൽ വ്യാജ ID കാർഡിൽ പ്രതികളായിട്ടുള്ളവരെ പോലീസ് പിടികൂടി. അതിനുശേഷം നമ്മൾ കണ്ടു എന്താ, ഇവിടെ MLA ആകാൻ വേണ്ടി ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച് അവിടെ MLA ആകാൻ അവിടെ മത്സരിച്ചു. അവിടെ കാണിച്ച കള്ളപ്പണവും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നപ്പോ കാണിച്ച പരിപാടികളെല്ലാം, പെട്ടി വിവാദവും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങൾ, ഇത്തരം എല്ലാ പണികളും കാണിച്ചുകൊണ്ടിരിക്കണം നേതാക്കന്മാരെ. ഇപ്പോ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്, ഞാനും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരും എല്ലാം പൊതുപ്രവർത്തകരാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ കാണിക്കുന്ന മര്യാദയും ബഹുമാനവും പരസ്പര മര്യാദയും രാഷ്ട്രീയ പ്രവർത്തകരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാറുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഏതെങ്കിലും ഒരു സമീപനം, നമ്മുടെ ആരാധ്യനായ സഖാവ് VS പോലും അധിക്ഷേപിച്ചവനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ കൊള്ളരുതാത്തവൻ, ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. അതുമാത്രമാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ, അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയെ, ആരെയും പേര് വിളിക്കുന്നു അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നതും തെറ്റല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഇപ്പൊ നമ്മളാണെങ്കിലും എതിർ കക്ഷിയിൽ നിൽക്കുന്നവരെ അഭിസംബോധന ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുകയോ ചെയ്യുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാലോ.
ഇത് ഇത്തരത്തിൽ മോശമായ നിലയിൽ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്നവൻ. അതേപോലെ തന്നെ എത്ര സ്ഥലത്ത് ഇപ്പോ ഇവരുടെ തന്നെ കോൺഗ്രസിന്റെ തന്നെ ആരാധനായ നേതാവാണല്ലോ കെ കരുണാകരന്റെ പത്നി, കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കെ കരുണാകരന്റെ ഭാര്യയെ അധിക്ഷേപിച്ചത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ അന്ന്. എന്നാ പത്മജ വേണുഗോപാലിനെതിരെ പ്രസ്താവന നടത്തിയത്. അതുപോലെ തന്നെ പി ജെ കുര്യനെതിരായി, ആരാധനായ നേതാവാണല്ലോ ഇവരുടെ പി ജെ കുര്യൻ, മുതിർന്ന നേതാവാണ്. പി ജെ കുര്യനെതിരായി എന്തൊക്കെയാ പറഞ്ഞത്? ഇത് ഇത്തരത്തിൽ വൈകൃതങ്ങളുള്ള, ഇത്തരത്തിൽ തെറ്റായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോലും കാണാൻ കഴിയാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ. ഇയാളെ ഈ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമാണ്. അല്ലാതെ ഇത് രാഹുൽ ഇപ്പോ കുറച്ചു മുമ്പ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടു, 58% പേര് MLA സ്ഥാനം ഒഴിയേണ്ട, 38%. ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് വളരെ മോശമാണ്. ഇത്തരക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന പണിയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രോത്സാഹനം നൽകുന്നതല്ല, അത് നമ്മള് വളരെ സ്വതന്ത്രമായി ഒരു പോളിന് ഇടുന്നതാണ്. നമ്മുടെ സമൂഹം അങ്ങനെയായി പോയതുകൊണ്ടാണ് രാഹുൽ, നമ്മുടെ സമൂഹം ഇനിയും മാറിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പെൺകുട്ടി പരാതിയുമായി വന്നാൽ അതിനെ അവഹേളിക്കുന്ന, അതിന്റെ ഡ്രസ്സിനെ കുറ്റം പറയുന്ന, അവൾ നന്നാകണം, അവൾ വീട്ടിലിരിക്കണമായിരുന്നു, അവൾ എന്തിന് രാത്രി പുറത്തിറങ്ങി എന്ന് ചോദിക്കുന്ന സമൂഹമാണ് നമ്മൾ ഇപ്പോഴും. അത് തന്നെയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ അല്ലാണ്ട് ന്യൂസ് 18 നിലപാടുണ്ട്, നമുക്ക് നിലപാടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് അങ്ങനെ വരുന്ന ഒപ്പീനിയൻ പോൾസിനെ, വോട്ടെടുപ്പ് നിങ്ങൾ നടത്തിയത് തന്നെ ശരിയായ രീതിയിൽ ഒപ്പീനിയൻ പോൾസിൽ നമ്മളാ ഇടപെടൽ നടത്തുന്നില്ല. അതൊരു നമ്മൾ ഈ പരിപാടിയുമായി, പ്രൈം ഡിബേറ്റുമായി ബന്ധപ്പെട്ട് എന്നും നടത്തുന്നതാണ്, ഇന്നും നടത്തി. അതങ്ങനെ തുറന്നു കാണിക്കുക. നമ്മുടെ സമൂഹം ഇതുവരെ മാറിയിട്ടില്ല. നമ്മുടെ മാറാത്ത സമൂഹമാണ് ഇതുപോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത്, ഇതുപോലെയുള്ള ആളുകളെ സഭയിലെത്തിക്കുന്നത്, ഇതുപോലെയുള്ള ആളുകളെ വളർത്തുന്നത്. അത് സമൂഹമാണ്, അതിന്റെ പ്രതിഫലനമാണ് ആ ഒപ്പീനിയൻ പോളിലും വന്നത്. അത് നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. നമ്മളത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അത് മാറില്ല രാഹുൽ. അത് മൊത്തത്തിൽ മാറണം. അത് ചർച്ച ചെയ്തും ബോധവൽക്കരണത്തിലൂടെയും മാറണം. ഇങ്ങനെയുള്ള തെറ്റുകൾ തിരുത്തപ്പെട്ട് തന്നെയാണ് അത് മാറേണ്ടത്. ശ്രീ ഗോകുൽ ഗോപിനാഥ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ